ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ പ്രണയത്തിൽ വീഴ്ത്താനുള്ള ചില പ്രധാനപ്പെട്ട ടിപ്സുകളാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ക്രഷിനെ പ്രണയത്തിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. സ്പെൻഡ് ടൈം വിത്ത് ദം എന്നുള്ളതാണ്. അവരുമായിട്ട് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ടൈം സംസാരിക്കുക, കൂടുതൽ ടൈം എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾക്കുണ്ടായിരിക്കുക. നല്ല ലിസണറായിട്ട് മാറുക സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ പാഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. അവരുടെ പാഷനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ, ആ പാഷൻ അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നത് വഴി അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇടപഴകുന്ന സമയത്ത് ഐ കോണ്ടാക്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള നോട്ടം തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരു പ്രണയം തോന്നിപ്പിക്കാൻ സാധ്യതയുണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ബി യുവർ സെൽഫ് എന്നുള്ളത്. അഥവാ നിങ്ങളായിട്ടിരിക്കുക. നിങ്ങളല്ലാത്തൊരു സംഭവത്തെക്കുറിച്ച് ഒരുപാട് ഷോ ഓഫ് കാണിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണിക്കേണ്ട. നിങ്ങളെപ്പോഴും നിങ്ങളായിട്ടിരിക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടൊരു ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നുക. അപ്പോൾ ജെന്യൂൻ ആയിട്ടിരുന്നാൽ മതി, ഒതൻറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ക്രഷിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ അപ്പിയറൻസിൽ നല്ല ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. അഥവാ നല്ലൊരു അപ്പിയറൻസിലായിരിക്കണം നിങ്ങൾ എപ്പോഴും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇടപഴകുന്ന സമയത്ത് കുറച്ച് ഹ്യൂമറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവരെ ചിരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ വളരെയധികം എൻഗേജിങ് ആവുകയും അത് ഇഷ്ടപ്പെടുകയും അത് കൂടുതൽ ഓർക്കാനും വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7-8 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രഷിനെ പ്രണയത്തിൽ വീഴ്ത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആരോടെങ്കിലും ഒക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.